ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളെടുക്കുന്ന എല്ലാ നല്ല തീരുമാനങ്ങളും പ്രപഞ്ചശക്തി നടപ്പിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രപഞ്ചശക്തി നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഒന്ന് ഇരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഫാമിലിയോടൊപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് നിങ്ങളുടെ സമയമാണെന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള നിങ്ങളുടെ സത്യത്തിനും നന്മയ്ക്കുമൊക്കെയുള്ള ഫലമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ എനിക്ക് സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേയധികം ജോലികളുണ്ടെങ്കിൽ ഇതെവിടെ തുടങ്ങും, അല്ലെങ്കിൽ എപ്പോൾ തീരും, എങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇത് തുടങ്ങാം, ഇത് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും, അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ സമയം വർക്ക് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അത് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇപ്പോൾ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ഒരു ട്രാവൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളങ്ങനെ ഏതെങ്കിലും അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഡ്രസ് ബിസിനസ്സോ
അങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളതിന് ഇവിടെ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നും ഇതിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി ഈസിയാക്കി തരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം, അത് ദൈവാനുഗ്രഹം കൊണ്ട് ആ ഒരു കാര്യം ഈസിയാക്കി തരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ സക്സസിൻ്റെ ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മുന്നിൽ സാധ്യതകളുടെ ഒരു വാതിൽ തന്നെ തുറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടും അതുപോലെ വളരെ ആക്റ്റീവായിട്ടും ഒക്കെ ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. കുറേ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. കുറേ ആൾക്കാർ നിങ്ങളുടെ വിജയത്തിൽ അമ്പരന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം അത്രയധികം സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ അത്രയും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ മുന്നിൽ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അത്രയും കരുത്ത് നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. തടസ്സങ്ങളെയെല്ലാം കരുത്താക്കി മാറ്റാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ തിരിഞ്ഞോടുകയല്ല വേണ്ടത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു വിക്ടറി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഉള്ളതെന്നാണ്. കുറേ ആൾക്കാരും ഈ ഒരു സമയം ഒരു ജയത്തിൻ്റെ എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെ അവഗണിച്ചവരും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും അതുപോലെ നിങ്ങളെ പരിഹസിച്ചവരും ഒക്കെ നിങ്ങളെ കണ്ട് അമ്പരന്ന് പോകുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ്. നിങ്ങളിൽ അത്രയും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം. അതായത് നിങ്ങളുടെ മിത്രങ്ങളായിരിക്കില്ല. നിങ്ങളുടെ ശക്തിയും വളർച്ചയും ഒക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാണ്. ഇവിടെ ഒരു 5 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ശ്രദ്ധിക്കുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു മുന്നറിയിപ്പുണ്ട്. അതായത് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി നിങ്ങളെ പിറകോട്ട് വലിക്കാനായിട്ട് ആരോ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ ചിലപ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ അത്രയധികം ശക്തി സംഭരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ചുറ്റുമുള്ളവരുടെ, അതായത് നിങ്ങൾക്ക് സംശയമുള്ളവരുടെ പെരുമാറ്റങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങളെ ചിലരൊന്ന് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. നമ്മളുടെ വിജയങ്ങളൊന്നും തന്നെ തൽക്കാലത്തേക്ക് ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും പറയാതിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അതായത് അത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കിവിടെ തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പാസ്റ്റിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാത്ത ആൾക്കാർ
അതായത് മറ്റൊരാളുടെ സഹായമില്ലാതെ, മറ്റൊരാളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ, നിങ്ങളുടെ അത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ മാറി തുടങ്ങുകയാണ്. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്ത ഈ സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സിംഹാസനം ഒരുക്കി അതിലിരിക്കാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ കൊണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയം അവരുടെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അവർ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു മെസ്സേജോ ഒരു കോളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ പെട്ടെന്നാർക്കും പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്നാരും നിങ്ങളോടൊരു വഴക്കിന് വരാൻ സാധ്യതയില്ല എന്നാണ്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും എന്നാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുകയില്ല. അപ്പോൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും. എന്ത് വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റും, അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. ഈ സമയം പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ഇത് ഒരു യങ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ബ്രില്യൻ സക്സസ് ആണെന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളത് അർഹിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സമയം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫില്ലായൊരു അവസ്ഥ, ഒരു പൂർണ്ണതയിലെത്തിയൊരു അവസ്ഥ, അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് ഇത്. അതായത് നമുക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് തോന്നും, ഞാൻ ആ ചെയ്തത് നല്ല കാര്യമാണ്, ഞാൻ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ സ്വയം തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒരുപാട് ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മറികടന്ന് നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുമൊക്കെ ഈ ഒരു സമയത്ത് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങൾ
വളരെ സ്പീഡിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എന്ത് കാര്യമാണോ സ്റ്റക്കായിരുന്നത് അത് ഈ ഒരു സമയം വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സക്സസ് ആണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നുവെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് വീണ്ടും പൈസ വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയം ഫിനാൻസിൻ്റെ കാര്യത്തിൽ വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. വളരെ ഭാഗ്യമാണ് ഈ ഒരു സമയം നിങ്ങൾക്കെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, നിങ്ങൾ പാസ്റ്റിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, നിങ്ങളിൽ ഇല്ലാതിരുന്നത് എന്താണോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അതുപോലെ ഈ സമയം നിങ്ങൾക്ക് ദൈവാധീനമൊക്കെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഈ സമയം നിങ്ങളൊരു വിന്നറാണെന്നാണ് ഇതിൽ കാണുന്നത്. എല്ലായിടത്തും ഒരു വിജയിയായി നിൽക്കുന്ന ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 സാഹചര്യങ്ങളിലൊക്കെ നട്ടം തിരിഞ്ഞ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളെ എതിർത്ത് നിന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അവർക്ക് മനസ്സിൽ തോന്നും ഇനി നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്നൊക്കെ ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സമയം ചിലപ്പോൾ അവർ അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർക്കൊരു മനമാറ്റമൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്നൊരു തോന്നൽ ഈ സമയം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ നിങ്ങൾ മറികടന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ വഴിമാറിപ്പോകുന്ന വേറൊരു സ്ഥലത്തേക്ക് ഓൾറെഡി പോകുന്നുണ്ട്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു എനർജി ഉണ്ട്. വളരെ കാമായിട്ട് ഈ സമയം നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ കുറേ ആൾക്കാർക്ക് ശരിക്കും ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്. അതുമാത്രമല്ല നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ സമയം കിട്ടുന്നുണ്ടാവാം. കാരണം 3 ഓഫ് കപ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആൾക്കാർ
നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഹീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആളുകൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത പല കാര്യങ്ങളും, നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു വീടുപണിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. അപ്പോഴാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എൻഡായി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഈ ഒരു സമയം നിങ്ങൾ പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഇത്. കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം സന്തോഷവും ലക്കുമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഗുഡ് ഫോർച്യൂണാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താലോചിച്ചാണ് വിഷമിച്ചിരിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് വരാൻ പോകുന്നത്. ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.